നമസ്കാരം കൂടാതെ ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ അതായത് 13/4/2026 തിങ്കളാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില മാറ്റമില്ലാതെ അങ്ങനെ തുടരുകയാണ്. അതുപോലെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം 1 ഗ്രാമിൻ്റെ മുകളിൽ 35 രൂപ, 1 പവൻ്റെ മുകളിൽ 280 രൂപയാണ് കുറഞ്ഞത്. ഇനി 22 ക്യാരറ്റ് ഗ്രാം നോക്കുമ്പോൾ 13,975, 1 പവൻ 1,11,800 അതുപോലെ 24 ക്യാരറ്റ് ഗ്രാം 15,246, 1 പവൻ 1,21,968. അതുപോലെ 18 ക്യാരറ്റ് 11,434, 1 പവൻ 91,472. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം മാർക്കറ്റ് വില RSS 4 കിലോ 231, RSS 5 കിലോ 227, ISNR 20 198, ലാറ്റക്സ് 60% ERC-യുള്ള 158 രൂപ 50 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 231, RSS 5 കിലോ 227. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 80% ERC-യുള്ള ഒട്ടുപാൽ കിലോ 147 രൂപ, 60% ERC-യുള്ള ഒട്ടുപാൽ കിലോ 110 രൂപ 25 പൈസ. ഇനി അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 219, RSS 5 കിലോ 216. അങ്ങനെ റബ്ബർ മാർക്കറ്റ് വില സ്റ്റഡിയായിട്ട് അങ്ങനെ നീക്കുകയാണ്. 2-3 ദിവസമായിട്ട് മാറ്റമില്ലാതെ തുടരുകയാണ് റബ്ബർ വില. കുതിപ്പുമില്ല, താഴ്ചയില്ല, ഏറ്റവുമില്ല, കയറ്റവുമില്ല. എന്തായാലും കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമായ കൊട്ടാരക്കരയിൽ LDF-നായി KN ബാലഗോപാലും അതേസമയം UDF-നായി ഐഷാ പോറ്റിയും BJP-ക്കായി രശ്മിയുമാണ് മത്സരിക്കുന്നത്. ഇതിൽ NSSൻ്റെ നിലപാട് എങ്ങനെ തിരിമറിയും എന്ന് നമുക്ക് മെയ് 4-ാം തീയതി ഒരു 10 മണിയാകുമ്പോൾ അറിയാം റിസൾട്ട്. 1350 കോടിയോളം രൂപയാണ് കൊട്ടാരക്കര മണ്ഡലത്തിൽ പ്രവർത്തിച്ചതെന്നാണ് KN ബാലഗോപാലൻ പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് വോട്ട് ചെയ്യാതിരിക്കുമോ കൊട്ടാരക്കര നിവാസികൾ? അതോ NSS ഇടപെടലിലൂടെ ഐഷാ പോറ്റി വിജയം കണ്ടെത്തുമോ? കണ്ടിട്ടറിയാം. മെയ് 4-ന് കാത്തിരിക്കുക നമുക്ക്. എന്നാൽ CPM കൊട്ടാരക്കരയിൽ അവകാശപ്പെടുന്നത് 10,000 മുതൽ 17,000 വോട്ട് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പറയുന്നത്. അതേസമയം UDF കോൺഗ്രസ് ഐഷാ പോറ്റിക്ക് 7,000 വരെ വോട്ടെങ്കിലും ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പറയുന്നത്. എല്ലാം കണ്ടിട്ടറിയാം മെയ് 4-ന്. എന്തായാലും വോട്ട് ചെയ്തവർക്കും കാത്തിരിക്കാം മെയ് 4-ാം തീയതി വരെ. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.